ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. യെശയ്യാവ് 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ലോകം മുഴുവനും ക്രിസ്മസിന്റെ സന്തോഷം ഏറ്റവും അനുഭവിക്കേണ്ടതിന് വ്യത്യസ്തമായ പരിപാടികളും യാത്രകളും ആഹാരങ്ങളുമൊക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരണം. കഴിഞ്ഞ പല വർഷങ്ങൾ കൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. എന്നാൽ 2025 ക്രിസ്മസിന്റെ ആഘോഷം നമ്മുടെ അനുഭവമായി തീരേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും മക്കളില്ലാത്തവർ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എവിടെയോ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ ഏറ്റവും വർണ്ണശബളമാക്കേണ്ടതിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും വാസ്തവത്തിൽ ശിശു ജനിച്ചോ എന്ന നാം പുറകിലോട്ടിറങ്ങി ചിന്തിക്കണം. ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ആ ദിവ്യ ജനനം നടക്കണം. ഈ വർഷമെങ്കിലും ആഹാര സാധനങ്ങൾ ഒരുക്കി, ആഘോഷ പരിപാടികൾ ക്രമീകരിച്ച്, ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ കൂടി, വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രകൾ നടത്തി, ക്രിസ്മസ് ഒരാചാരമായി തീരാതെ, ക്രിസ്മസ് ഒരാഘോഷമായി തീരാതെ, അർത്ഥവത്തായ ക്രിസ്മസിന്റെ നന്മകൾ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുക്രിസ്തുവിന്റെ ജഡാവതാരമാണ് വാസ്തവത്തിൽ ക്രിസ്മസ്. എന്തിനാ മഹാദൈവം ജഡാവതാരമെടുത്ത് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? സകല മനുഷ്യന്റെയും ജീവിതത്തിൽ പറ്റിപ്പോയ പാപത്തിന്റെ കറയെ കഴുകിക്കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വലിച്ചടിപ്പിച്ച് നിത്യതയുടെ ഭാഗമായി മനുഷ്യകുലത്തെ മാറ്റേണ്ടതിന് ദൈവപുത്രൻ ജഡാവതാരമെടുത്തു. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ക്രിസ്തുയേശു പുൽക്കൂട്ടിലല്ല ജനിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിക്കുവാൻ ഈ വർഷം കാരണമായി തീരണം. മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കിയും ക്രിസ്മസ് ട്രീകൾ അണിയിച്ചും സമ്മാന പദ്ധതികൾ ക്രമീകരിച്ചും ക്രിസ്മസ് വർണ്ണശബളമാക്കുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്മസിന്റെ സന്ദേശം നമ്മൾ മറന്നു പോകുകയാണ്. ക്രിസ്തു നമ്മിൽ ജനിക്കണം. ആ ഒരു സമർപ്പണത്തോടെ ഈ വർഷമെങ്കിലും ക്രിസ്മസ് അതിൻ്റെ അർത്ഥവത്തായി ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിനകത്ത് കാലങ്ങൾക്ക് ശേഷം നടക്കുവാൻ പോകുന്ന യേശുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് ആത്മനിറവിൽ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. സർവലോകവും അറിയേണ്ട സന്ദേശം ഇതാണ്: നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആമേൻ. നിശ്ചയമായിട്ടും ഈ ദിവ്യ ശിശുവുമായി ഒരാത്മബന്ധത്തിലേക്ക് അല്ല, രക്തബന്ധത്തിലേക്ക്, അറ്റുപോകാത്ത നിത്യമായ ബന്ധത്തിലേക്ക് ആയിത്തീരേണ്ടതിന് ഈ പ്രഭാതം ഒരു മുഖാന്തരമായി തീരട്ടെ. ഒരിക്കൽ കൂടെ ആ വാക്യം ഞാൻ ആവർത്തിക്കുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആമേൻ. അടുത്ത പദം എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആദാമ്യ കുലത്തിന്റെ കരങ്ങളിൽ പറ്റിപ്പോയ പാപത്തിന്റെയും ശാപത്തിന്റെയും കറകൾ കഴുകിക്കളഞ്ഞ് നിത്യതയിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കേണ്ടതിന് സ്വർഗം ദാനമായി ഒരു മകനെ നൽകുവാനിടയായി തീർന്നു. അവന്റെ പേരാ യേശു. നൽകപ്പെട്ട മകനെ സ്വീകരിക്കേണ്ടതിന് വലിയ ക്രമീകരണങ്ങളും നക്ഷത്ര വിളക്കുകളും ഒരുക്കുകയല്ല നാം ചെയ്യേണ്ടത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. യേശുവിൻ്റെ വാക്കുകളാ. പ്രിയരെ, 10, 15, 20 വർഷം ക്രിസ്മസ് അതിൻ്റെ പ്രൗഢിയോടെ ആഘോഷിച്ചിട്ട് യേശു ജീവിതത്തിന് പുറത്താണോ? യേശു നമ്മുടെ ഭവനത്തിന് പുറത്താണോ? അല്ല, യേശുവുമായി ഒരു ചെറിയ വ്യക്തിബന്ധം പോലും ഇല്ലാതെയാണോ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾക്കകത്ത് നാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? 2 കാര്യങ്ങൾ: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ സ്വർഗത്തിന്റെ ദാനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാ? യേശുവിന്റെ ജഡാവതാരം അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശു കർത്താവ് ജനനം കൊണ്ടാൽ എന്ത് സംഭവിക്കുമെന്നാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അഥവാ ആധിപത്യം ഏറ്റെടുക്കുന്നൊരു കുഞ്ഞ്, ഭരണമേറ്റെടുക്കുന്നൊരു കുഞ്ഞ്, സകല നിയന്ത്രണങ്ങളും തൻ്റെ കീഴിലാക്കി തീർക്കുവാൻ കരുത്തുള്ള ഒരു ദിവ്യ ജനനമാണ് യേശുവിൻ്റെ ജനനം. നാം ഇവിടെ തിരിച്ചറിയണം, യേശു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചാൽ നമ്മുടെ ആധിപത്യം അവൻ ഏറ്റെടുക്കുവാനായി തുടങ്ങും. ഇന്നലെ വരെ ജീവിതത്തെ ഭരിച്ച് മുടിച്ച് തകർത്തുകൊണ്ടിരുന്ന ഇരുളിൻ്റെ ആധിപത്യങ്ങൾ തകർന്നു തുടങ്ങും. ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചിക പിടിയിൽ അമർന്ന് ജീവിതം പരാജയപ്പെട്ടു പോയ അനുഭവത്തിൽ വേദനയോടെയാകാം ഈ രാവിലെയും നിങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. എന്നാൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ പ്രത്യേകത ഇതാണ്: ആധിപത്യം. നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ആധിപത്യം ഏറ്റെടുക്കുവാൻ കഴിവുള്ളവൻ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. പ്രവചനാത്മാവിൽ യെശയ്യാവ് പറയുകയാണ്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ യേശു നമ്മുടെ ആധിപത്യം ഏറ്റെടുക്കണമെന്ന്, ഭരണം ഏറ്റെടുക്കണമെന്ന് കൊതിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത പദം എഴുതിയിരിക്കുന്നു, ജനിച്ചിരിക്കുന്ന മകൻ, നൽകപ്പെട്ടിരിക്കുന്ന മകൻ, ആധിപത്യം ഏറ്റെടുക്കുന്നവൻ. എന്താ ഈ യേശുവിൻ്റെ പ്രത്യേകത? തിരുവചനം എഴുതിയിരിക്കുന്നു, അവന് അത്ഭുത മന്ത്രി. യേശു കർത്താവിൻ്റെ പേരുകളിൽ ഒന്നാണ്
യേശു അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. നമുക്കറിയാം, ഇന്ന് വരെ ഒരു ഗവൺമെന്റിനകത്തും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വകുപ്പാണ് അത്ഭുതത്തിന്റെ മന്ത്രി എന്ന്. മറ്റനേകം മന്ത്രിക്ക സേനകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ അത്ഭുതത്തിന്റെ മന്ത്രി എന്ന് പറയത്തക്ക നിലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ലോകത്തിലില്ല. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മാനവകുലത്തിന്റെ വിമോചനത്തിന് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ആ ശിശു, നൽകപ്പെട്ടിരിക്കുന്ന മകൻ, ആധിപത്യം തന്റെ തോളിലേറ്റെടുക്കുന്നവൻ, അവന്റെ ഒരു പേരിതാണ്, അവൻ അത്ഭുത മന്ത്രി. ആമേൻ. നമുക്കറിയാം, മനുഷ്യനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, നമ്മുടെ കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും നമുക്ക് ചെയ്തു തരുവാൻ കഴിയാത്തത് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. കഴിഞ്ഞ പല നാളുകൾ കൊണ്ട് ഒരത്ഭുതം ജീവിതത്തിൽ നടക്കണമെന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരു വലിയ ദൈവിക വിടുതൽ യേശു നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി ജനിക്കുമ്പോൾ നടക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ആരംഭിക്കുന്ന പുതിയ ജീവിതം അത്ഭുത മന്ത്രിയോട് ചേർന്ന, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന നല്ല കർത്താവിന്റെ പാദപീഠത്തിൽ ഈ സുന്ദരമായ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പലരുടെയും ജീവിതത്തിൽ, പല കുടുംബങ്ങൾക്കകത്തും ദിവ്യ ജനനം നടക്കാതെ ആഘോഷ പരിപാടികൾ ക്രമീകരിച്ച് അതിനകത്ത് മത്തരായി ഇന്ന് രാവിലെയും മുൻപിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം ഏറ്റെടുക്കുവാൻ കരുത്തുള്ളവനാണെന്ന് നാം തിരിച്ചറിയണം. അവന്റെ പേരുകളിൽ ഒന്നാണ്, ആമേൻ, അവൻ അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. ഏതെങ്കിലും ചെറുതോ വലുതോ ആയ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് ഞരങ്ങി വേദനയോടെ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് സമീപിക്കുന്നവരെ തിരിച്ചറിയുക, നമ്മിൽ ജനിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. ഒരു മന്ത്രിക്ക് തൻ്റെ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്തുമാത്രം സ്വാധീനമുണ്ടോ, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, അതിനേക്കാൾ വലിയത് ചെയ്യുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രിമാർക്ക് നിവേദനങ്ങൾ കൊടുക്കാറുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ അവരെ കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് കടന്നു പോകാറുണ്ട്. പലപ്പോഴും പല വിഷയങ്ങൾക്കകത്തും മന്ത്രിമാർ ഇടപെട്ട് പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തമായി തീരുന്ന ഈ മഹാദൈവം അത്ഭുത മന്ത്രിയാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അവൻ അത്ഭുത മന്ത്രി. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് വീരനാം ദൈവം. വീരൻ എന്ന് പറഞ്ഞാൽ ഏത് സാഹസികമായ കാര്യങ്ങളും ചെയ്യുവാൻ കരുത്തുള്ളവനാണ്. ഒരു പരസഹായത്തിൻ്റെയും ആവശ്യമില്ലാത്തവനാണ്. നോക്ക്, ഈ നൽകപ്പെട്ടിരിക്കുന്ന മകൻ, ജനിച്ചിരിക്കുന്ന ശിശു, ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നവൻ, ബൈബിൾ പറയുന്നത് ഏകനായിരുന്നു കൊണ്ട് മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ, മരിച്ച് നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ, മത്സ്യത്തെ പിടിച്ചു നടന്നവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാൻ, പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ സുവിശേഷത്തിന്റെ വക്താവാക്കി മാറ്റുവാൻ ഈ മഹാദൈവത്തിന് കഴിയും. കാരണം അവൻ വീരനാം ദൈവമാണ്. പ്രിയരെ, ഈ ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ഈ പ്രഭാതത്തിൽ പരിപൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ?
മൂന്നാമത്തെ ഒരു പദം കൂടി ഈ ജനിച്ചിരിക്കുന്ന ശിശുവിനെ കുറിച്ച്, നൽകപ്പെട്ടിരിക്കുന്ന മകനെ കുറിച്ച്, ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാ. അവന് നിത്യപിതാവ്. ആമേൻ. നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെല്ലാം ഉപരി നമുക്ക് വേണ്ടി കരുതുന്ന രക്തബന്ധത്തിലുള്ള ഒരു അപ്പൻ നമുക്കുണ്ട്. ബയോളജിക്കലായ ഒരു അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും സ്നേഹസമ്പന്നനായ പിതാവിനോട് പറയുവാൻ നമുക്കൊരു സ്പേസ് ഉണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ജനിച്ചിരിക്കുന്ന ശിശു, നൽകപ്പെട്ടിരിക്കുന്ന മകൻ, ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്ന രാജാവ് ആർക്ക് തുല്യനാണെന്നറിയാമോ? അല്ല, ആരാണെന്നറിയാമോ? നിത്യപിതാവ്. ഇവിടെയുള്ള അപ്പൻ 50, 60, 70 വയസ്സ് വരെ, അല്ലെങ്കിൽ തൻ്റെ ആവോളം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നെങ്കിൽ, തൻ്റെ മക്കൾക്ക് വേണ്ടി രാത്രിയെ പകരാക്കി അധ്വാനിക്കുന്നെങ്കിൽ, ഒരു വലിയ പീരീഡ് കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നെങ്കിൽ, ഉറപ്പോടെ പറയാം, ഒരിക്കലും 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 മരണമില്ലാത്ത, ഒരിക്കലും ബലഹീനനായി പോകാത്ത, ഒരിക്കലും വാർദ്ധക്യത്തിലേക്ക് കയറാത്ത, ഒരിക്കലും ശേഷി നഷ്ടപ്പെട്ടു പോകാത്ത ഒരു പിതാവിനെ തിരുവചനം നമുക്ക് സമ്മാനിക്കുകയാണ്. ഈ ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. എന്താ ഈ മഹാദൈവത്തിന്റെ പ്രത്യേകത? അവൻ നിത്യ പിതാവാണ്. രാത്രിയും പകലും ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മുൻപിലും ഒരപ്പനെ പോലെ, ആമേൻ, തൻ്റെ ജനത്തിന് സംരക്ഷണം നൽകുവാൻ, കരുതൽ നൽകുവാൻ, കൂടെ ഇരിക്കുവാൻ മതിയായൊരു കർത്താവ്. അടുത്തൊരു പദം എഴുതിയിരിക്കുന്നു, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അസമാധാനത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നൊരു കാലം. പ്രിയരെ, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ പ്രഭുവാണ്. സമാധാനം അവനിൽ ഉണ്ട്. നമുക്കറിയാം, ക്രിസ്തു യേശുവിന്റെ സമാധാനത്തിന്റെ പൂർത്തീകരണം കാൽവരി കുലമരത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ആമേൻ, തന്നോട് എതിർക്കുന്നതിന് വേണ്ടി നിന്നവരെ തന്റെ അനുയായിയാക്കി മാറ്റുവാൻ കരുത്തുള്ള, ഓജസ്സുള്ള, ജീവനുള്ള സമാധാനത്തിന്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സമാധാനത്തിന്റെ പ്രഭുവാണ് യേശു കർത്താവ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഈ വാക്യം നമ്മോട് പറയുന്നത്, ജനിച്ചിരിക്കുന്ന ശിശു ഇതൊരു സാധാരണ വ്യക്തിയല്ല, സാധാരണ ഒരു ബർത്ത്ഡേ അല്ല, സാധാരണ കാര്യങ്ങളിലേക്കല്ല നാം കാലുവയ്ക്കുന്നത്. നൽകപ്പെട്ടിരിക്കുന്ന മകൻ ഒരു സാധാരണക്കാരനല്ല, ആധിപത്യം തോളിലേറ്റെടുത്തിരിക്കുന്ന രാജാവ്. ആ രാജാവിന്റെ പ്രത്യേകതയാ പറയുന്നത്, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നിശ്ചയമായിട്ടും ഈ വർഷത്തെ ക്രിസ്മസ് യേശു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. നിത്യപിതാവായി, സമാധാനത്തിന്റെ പ്രഭുവായി, അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, ജീവിതത്തിന്റെ അവസാനം വരെ കൂടെയിരിക്കുന്ന ഒരു പുതിയ ബന്ധത്തിലേക്ക് ഇന്ന് രാവിലെ കാലെടുത്ത് വയ്ക്കാമോ? ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. ദൈവകൃപ നിറഞ്ഞ, സമാധാനമുള്ള, സന്തോഷമുള്ള, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്ന മണിക്കൂറുകളെ ദൈവം പ്രദാനം ചെയ്യണമേ.
ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പിതാവേ, അമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.